ദരിദ്രർ ഏറെയുള്ള നമ്മുടെ രാജ്യത്ത് RBIക്ക് കുറേ നോട്ടുകൾ ഈ പാവപ്പെട്ടവർക്ക് വെറുതെ നൽകി സഹായിച്ചുകൂടെ? പലർക്കും തോന്നുന്ന ഈ ചോദ്യം പാവങ്ങളോട് കരുണ തോന്നാറുള്ള എൻ്റെ സുഹൃത്തും RBI മുംബൈയിൽ AGM ആയിരുന്ന ശ്രീ കൃഷ്ണസ്വാമിക്ക് പറയാനാകും. ഓക്കെ, താങ്ക് യു ഫ്രാൻസിസ്. ഞാൻ അതിനുള്ള മറുപടി തരാം. നമ്മൾ റിസർവ് ബാങ്കിനാണ് നോട്ട് അടിച്ച് വിതരണം ചെയ്യാനുള്ള സമ്പൂർണ്ണ അവകാശം. വേറെ ഒരു വ്യക്തിക്കോ ഒരു സ്ഥാപനത്തിനോ നോട്ട് പ്രിൻ്റ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യയിലില്ല. റിസർവ് ബാങ്കിൻ്റെ നോട്ട് പ്രിൻറ്റിംഗ് പ്രസ്സുണ്ട്. 4 പ്രസ്സാണുള്ളത്. ഒന്ന് മൈസൂറിൽ, ദേവാസ്, നാസിക്ക് ആൻഡ് ലാസ്റ്റ് കൽക്കട്ടയിലുള്ളത്. 4 പ്രസ്സിൽ 2 പ്രസ് റിസർവ് ബാങ്കിൻ്റെ സ്വന്തമായിട്ടാണ്, കൽക്കട്ടയിലുള്ളതും മൈസൂരിലുള്ളതും. മറ്റ് 2 ഗവൺമെൻറ് പ്രസ്സാണ്. ഇപ്പം നോട്ട്സ് അടിക്കുന്ന മുഴുവൻ റിസർവ് ബാങ്കിൻ്റെ പ്രസ്സിലാണ് ഇപ്പോൾ അടിക്കുന്നത്. മറ്റ് 2 പ്രസ്സിലുള്ള നോട്ട് പ്രിൻറ്റിങ് ഇപ്പോൾ സ്റ്റോപ്പായിട്ടുണ്ട്. അവരിപ്പം മുദ്രപ്പേപ്പറും സ്റ്റാമ്പ് പേപ്പറും ഈ റവന്യൂ സ്റ്റാമ്പ്സൊക്കെയാണ് ഇപ്പോൾ പ്രിൻറ്റ് ചെയ്യുന്നത്. ഇനി ഫ്രാൻസിസ് ചോദിച്ച ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. എന്തുകൊണ്ട് റിസർവ് ബാങ്കിനെ കൂടുതൽ നോട്ട് പ്രിൻറ്റ് ചെയ്ത് പാവപ്പെട്ട് കൊടുക്കുക, എന്തെങ്കിലും സ്കീം വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയോ ചെയ്തുകൂടാ? അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓരോ നോട്ട് പ്രിൻറ്റ് ചെയ്യുമ്പോഴും അതിന് തുല്യമായ അസറ്റ് ക്രിയേറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഗോൾഡ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഫോറിൻ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഫോറിൻ സെൻട്രൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് വേണം. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ നോട്ടും റിസർവ് ബാങ്കിനെ സംബന്ധിച്ച് ലയബിലിറ്റിയാണ്. നോട്ടിൽ എഴുതിയിട്ടുണ്ട്, ഐ പ്രോമിസ് ടു പേ ദ ബെയറർ എ സം ഓഫ്. ഇപ്പം 100 രൂപയാണെങ്കിൽ 100 റുപ്പീസ്, 500 ആണെങ്കിൽ 500. അതേപോലെ ആ എമൗണ്ട് റിസർവ് ബാങ്കിൻ്റെ ഗവർണർ ഒപ്പിട്ട് തന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊരു പേപ്പറാണ്. ഈ പേപ്പറും കൊണ്ട് ആര് റിസർവ് ബാങ്കിൽ ചെന്നാലും അതിന് തുല്യമായ ഗോൾഡോ അസറ്റോ കൊടുക്കാൻ RBI ഗവർണർ ബാധ്യസ്ഥനാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെയുള്ളപ്പം വെറുതെ നോട്ട് പ്രിൻ്റ് ചെയ്ത് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അസറ്റ് ഇല്ലാത്തതുകൊണ്ട്, ബാക്കപ്പ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ നോട്ടിന് സ്ട്രെങ്ത് കിട്ടില്ല. മറ്റ് കറൻസിയുമായിട്ട് അതിന് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സിംബാബ്വെ എന്ന കൺട്രി ആഫ്രിക്കയിലുള്ളതാണ്. അവിടെ ഈ ദാരിദ്ര്യം കൊടുമ്പിരി കൊണ്ടു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഭരണാധികാരികൾ നോട്ട് വെറുതെ പ്രിൻ്റ് ചെയ്ത് ഇഷ്യൂ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമായി. ആദ്യം നോട്ട് കിട്ടി. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് നോട്ട് കുമിഞ്ഞു കൂടി കഴിഞ്ഞപ്പോൾ അതിന്